നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആഗ്ന ഡേവിഡിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ സ്കൂളിന്റെ എല്ലാമായ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ശോഭ റോസിനെ സിസ്റ്ററിന്റെ അസാന്നിധ്യത്തിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ വിദ്യാലയത്തിലെ മാലാഖമാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ തന്നെയാണ്. എല്ലാ അധ്യാപകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം നേരുന്നു. ഇനി ഇന്നിവിടെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ക്ലബിലെയും എക്കോ ക്ലബിലെയും അംഗങ്ങളും ഗൈഡ്സും NSS അംഗങ്ങളുമായ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം നേരുന്നു. ഇനി സ്വാഗതം പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നിങ്ങളില്ലാതെ ഇനി പരിപാടിയില്ല. നിങ്ങൾ ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മണ്ണും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാലാവുന്നതുള്ളതെല്ലാം ചെയ്യുമെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചും വീണ്ടെടുത്തും നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ന് സ്കൂളിൽ പോകാൻ അമ്മ എനിക്ക് എന്തെല്ലാമാണ് വാങ്ങിയിരിക്കുന്നതെന്ന് അറിയാമോ? പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ ടിഫിൻ ബോക്സ്, പുതിയ കുട. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇതെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണല്ലേ? അതെ അപ്പച്ച, ഇതെല്ലാം വില കൂടിയ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതാണ്. മക്കളെ, ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് പഴയതായി കഴിഞ്ഞാൽ നാം അത് എന്തു ചെയ്യും? അതാ വേസ്റ്റുകളെല്ലാം ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കളയും. ഈ വക പ്ലാസ്റ്റിക് സാധനങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല മക്കളെ. ഇവ കാലാകാലത്തോളം അവിടെ തന്നെ കിടക്കും. അവസാനം എവിടെ നോക്കിയാലും ഇവ മാത്രമാകും. ഭൂമിയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതല്ലേ നല്ലത്? അതല്ലെങ്കിൽ ഇവയെല്ലാം കുന്നുകൂടി ഒരു ഭീകരനെ പോലെ ഒരു നാൾ നമ്മുടെ നേരെ തിരിയും. മാന്യ മഹാജനങ്ങളെ, ആരോഗ്യ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് പ്ലാസ്റ്റിക്. ഭൂമിയും വെള്ളവും വായുവും മലിനമാക്കുന്ന പ്ലാസ്റ്റിക് വിപത്തിനെതിരെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ യജ്ഞത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? എന്ത് മനോഹരമാണ് ഈ പ്രകൃതി! പൂക്കളും പുഴകളും പക്ഷികളും മൃഗങ്ങളും പിന്നെ മനുഷ്യരും എല്ലാവരും പ്രകൃതിയുടെ മക്കളാണ്. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് അവൻ സൃഷ്ടിച്ചെടുക്കുന്ന പലതും അവന്റെ തന്നെ നാശത്തിന് കാരണമാകുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായി വരുന്ന പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെതിരായി ഞങ്ങളിതാ അവതരിപ്പിക്കുന്നു.
ഞാനാണ് പ്ലാസ്റ്റിക് ഭൂതം. നിങ്ങൾ കുപ്പിയിലും കവറിലും എന്തിനേറെ അരിയിൽ വരെ എന്നെ ചേർത്തിരിക്കുന്നു. കണ്ടാൽ ഞാനൊരു പാവം ഉപകാരി. എന്നാൽ നിങ്ങൾക്ക് എന്നെ അറിയില്ല. അതെ, അമ്മ ഭൂമിയെ ഞാൻ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി കൊല്ലും. അതിനു മുമ്പേ മക്കളായ മനുഷ്യരെ ഞാൻ രോഗാണുക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും. ജീവവായുവാണ് ഞാനില്ലാതെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. ആ വരുന്ന കറുത്ത ഭൂതത്തെ കണ്ടോ? എന്നെ നശിപ്പിക്കുന്നത് അവനാണ്. മനുഷ്യരാശിയെ നശിപ്പിക്കാൻ വേണ്ടി ആളിപ്പടരുന്ന പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ഇനി ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അവസ്ഥ? ജീവന്റെ ഉത്ഭവത്തിന് ആധാരമാണ് ജലം. ഞാൻ എന്ത് ഭംഗിയായി ഒഴുകിയിരുന്നതായിരുന്നു. പുഴകളും തോടുകളുമെല്ലാം ഭൂമി ദേവി ചൊരിക്കുന്ന അമ്മിഞ്ഞാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ എൻ്റെ അവസ്ഥ കണ്ടോ? അവശയാണ് ഞാൻ. നിങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എൻ്റെ മാറിൽ അടിഞ്ഞു ചേരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? രോഗാണുക്കൾക്കാണ് നിങ്ങൾ വിരുന്നൊരുക്കുന്നത്. ലോകം മുഴുവനും ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ എന്താണ് തുറക്കാത്തത്? ഞാനാണ് നിങ്ങളെ താങ്ങുന്നത്. നിങ്ങൾ എന്നെ വെട്ടിമുറിക്കുമ്പോഴും ഇടിച്ചു നിരത്തിയപ്പോഴും ഞാൻ നിശബ്ദയായിരുന്നു. നിങ്ങൾക്ക് അന്നമൂട്ടുന്ന എനിക്കെന്തിനാണ് വിഷവസ്തുക്കൾ നൽകുന്നത്? എന്നോട് കൂടി ചേരാൻ ഇഷ്ടമില്ലാത്ത ഈ പ്ലാസ്റ്റിക് പുത്രനെ എനിക്ക് വേണ്ട. വേരിനിറങ്ങാനാവാതെ ചെടികളും മരങ്ങളും താഴ്ന്നു വീഴുമ്പോൾ മണ്ണ് എന്ന ഞാൻ പിടയുകയാണ്. നിങ്ങളുടെ ബുദ്ധിശൂന്യത നിങ്ങൾക്ക് തന്നെ വിനയാകും. നിങ്ങൾ വേരുകൾ നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തുവാൻ അനുവദിക്കരുത്. ഓക്കെ, റെഡി. ക്യാൻസർ വിഴുങ്ങിയ ഗ്രാമം. ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം വീടുകളിലും ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തികൾ ഉണ്ടെന്നതാണ് സത്യം. ക്യാൻസർ ബാധിച്ച ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. എന്തിനാ ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നേ? പറ അമ്മേ, പോകാൻ പറ. നിങ്ങൾ നാട്ടുകാരി കാണിക്കേണ്ടത് ഞങ്ങളുടെ ദുരന്തങ്ങളെയല്ല, മറിച്ച് ഈ ഗ്രാമത്തിൽ ദുരന്തം വിധിക്കുന്ന കാഴ്ചകളെയാണ്. പ്ലാസ്റ്റിക് ഉപയോഗവും മാലിന്യവും അടിഞ്ഞ ചലനമറ്റ പുഴകളും വിശപ്പ് കൊതുപ്പുന്ന ഫാക്ടറികളുമാണ്. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ന് രോഗികളാണ്. സുഖ സൗകര്യത്തിലും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ജലവും മണ്ണും വായുവും എല്ലാം പ്ലാസ്റ്റിക് ഭീകരന് അടിയറവ് വെച്ചിട്ട് നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? പുനരുപയോഗവും പുനരുത്പാദനവും കഴിഞ്ഞ് പ്ലാസ്റ്റിക് അമരനായി ഭൂമുഖത്ത് വിരസുന്നു. എവിടെ നിന്ന് തുടങ്ങണം പ്ലാസ്റ്റിക് വർജനം? എന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, നമ്മളിൽ നിന്ന്. സുന്ദരമായ ഈ പ്രകൃതി ദൈവദാനമാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്. ശ്വസിക്കാൻ ആവശ്യമായ വായുവും ശുദ്ധമായ ജലവും ഭക്ഷണവും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു. ഇത്രയും ഫലഭൂയിഷ്ഠമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇതിനുവേണ്ടി മനുഷ്യൻ പരിസ്ഥിതിക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രം മതി. മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിച്ചും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും ജലാശയങ്ങൾ മലിനമാക്കാതെ പരിപാലിക്കുക. സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ പ്രവർത്തനവും നമ്മൾ ചെയ്യുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ആകണം അതെല്ലാം. ശരിയായ കാലാവസ്ഥ ലഭിക്കുവാനും ശുദ്ധജലം ലഭിക്കുവാനും രോഗാവസ്ഥകൾ തടയുവാനും നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം. നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രകൃതി സംരക്ഷണം. ഏവർക്കും പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കട്ടെ. നന്ദി. തിരികെ പോയിടാം അമ്മ തൻ മടിത്തട്ടിൽ, നുകരാം ശുദ്ധമാം സ്നേഹവും പകരാം നാളെയുടെ നന്മയ്ക്കായി. മാന്യസദസ്സിന് വന്ദനം. സ്നേഹബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആഗ്ന ഡേവിഡ്, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ശോഭ റോസ്, അധ്യാപകരെ, അനധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വളരെയധികം ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ നാം ആഘോഷിക്കേണ്ട ദിനമാണ് ഇന്ന്. നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാവുകയും നമ്മുടെ ഭാവിക്കായി അത് സുരക്ഷിതമായി സൂക്ഷിക്കും
പരിസ്ഥിതി ദിന ആശയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ആ ആശയം 2025 വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം യാതൊരു തരത്തിലും കുറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എന്റെ ഭാഗത്തു നിന്നും പരിസ്ഥിതിയെ മലിനമാക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നല്ലൊരു തലമുറയെ ഞാൻ വാർത്തെടുക്കും. നാടിനെ സ്വന്തം വീടായി കാണാനുള്ള ഹൃദയവിശാലതയാണ് നാം ആദ്യം വളർത്തിയെടുക്കേണ്ടത്. ഓരോ വ്യക്തിയും പുലർത്തുന്ന ശുചിത്വമാണ് നാടിന്റെ ശുചിത്വം. ചൊട്ടയിലെ ശീലമാണ് ചുടലകല നൽകുന്നത്. അതിനാൽ ചെറുപ്പം മുതലേ ഇത്തരത്തിലുള്ള പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ആവശ്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നാം ആത്മാർത്ഥത പുലർത്തുമ്പോൾ സുന്ദര കേരളം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകും. ഈ സ്വപ്നത്തിനായി നമുക്ക് കൈകോർക്കാം. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. अब हम इंसान इस धरती पर आराम से रह सकते हैं, क्योंकि हमारे पास बिल्डिंग्स हैं, फैक्ट्रीज हैं, मॉल्स हैं, इंफ्रास्ट्रक्चर्स हैं। हा 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 हा। രാജസ്ഥാനിലെ പിപ്പലാവരി ഗ്രാമത്തിൽ പെൺകുട്ടികൾ ജനിച്ചാൽ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് 111 വൃക്ഷത്തൈകൾ നടുന്ന പതിവുണ്ട്. ഗ്രാമത്തലവനായിരുന്ന ശ്യാം സുന്ദർ തലിവാൽ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകളുടെ ഓർമ്മയ്ക്കായി കൊണ്ടുവന്ന പദ്ധതിയാണത്. വളർന്നുവരുന്ന തലമുറയ്ക്ക് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കാൻ വേണ്ടി നാം എല്ലാ വർഷവും ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. ചെടികളെ നടുന്നത് നാം തന്നെ ചൂഷണം ചെയ്ത ഭൂമിയെ വീണ്ടെടുക്കുന്നതിനായാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ചെറിയതാണെങ്കിലും ശക്തമായ ഒരു ചുവടുവയ്പ്പാണ് തൈകൾ കണ്ടുപിടിപ്പിക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്കും ചെടികൾ നട്ട് ഭൂമിയെ സംരക്ഷിക്കാം. മരങ്ങൾ വെട്ടിമുറിച്ചിട്ടും കാടുകൾ കേറി കത്തിച്ചും പച്ച പുതച്ചൊരു ഭൂമിയെ നമ്മൾ മരുഭൂവാക്കരുതേ, നമ്മൾ മരുഭൂവാക്കരുതേ. മാലിന്യങ്ങൾ ഒഴുക്കിയിട്ടും മണലിനെയൂറ്റിയെടുത്തിട്ടും തെളിനീരൊഴുകും പുഴകളെ നമ്മൾ ഇല്ലാതാക്കരുതേ, നമ്മൾ ഇല്ലാതാക്കരുതേ. പുകയും പൊടിയും രാസവിഷങ്ങളുമൊക്കെ ചീറ്റി നിറച്ചിട്ടൊടുവിൽ ശ്വാസം മുട്ടി മരിക്കാനുള്ളൊരു ഗതിയുണ്ടാക്കരുതേ,
ശ്വാസം മുട്ടി മരിക്കാനുള്ളൊരു ഗതിയുണ്ടാക്കരുതേ. ഭൂമിക്കുള്ളൊരു ഓസോൺ കുടയെ ഇല്ലാതാക്കരുതേ. ആപത്തിരന്നു വാങ്ങരുതേ, ആപത്തിരന്നു വാങ്ങരുതേ. പ്ലാസ്റ്റിക് എന്നൊരു വിശ്വവിപത്തിനെ പുനരുപയോഗം ചെയ്യാതെ വലിച്ചു മണ്ണിലെറിഞ്ഞിട്ടൊടുവിൽ പുലിവാലു പിടിക്കരുതേ, പുലിവാലു പിടിക്കരുതേ. വയലുകളൊക്കെ നികത്തിയെടുത്തും കുന്നും മലയും മാന്തിയെടുത്തും കെട്ടിടമുയരെ കെട്ടിപ്പൊക്കി ഇത്തിരി മുറ്റവും ഒത്തിരി ഇടവും കോൺക്രീറ്റ് ടൈലുകളിട്ടു മിനുക്കി മഴവെള്ളത്തെ മണ്ണിലിറങ്ങാതാക്കി കളയരുതേ. വരൾച്ച ഇരന്നു വാങ്ങരുതേ, വരൾച്ച ഇരന്നു വാങ്ങരുതേ. ഏറിയ ചൂടും എരിപൊരിവെയിലും കാലം തെറ്റിയ മഴയും കാറ്റും മുന്നറിയിപ്പുകളാണവയൊന്നും കണ്ടില്ലെന്നു നടിക്കരുതേ, കണ്ടില്ലെന്നു നടിക്കരുതേ. നമ്മൾ വസിക്കും ഭൂവാം വീടിനെ സംരക്ഷിക്കാനുള്ളൊരു കടമ നമുക്കു തന്നെ എന്നതൊരിക്കലും മറന്നു കളയരുതേ, നമ്മൾ മറന്നു കളയരുതേ, നമ്മൾ മറന്നു കളയരുതേ. മരങ്ങൾ വെട്ടിമുറിച്ചിട്ടും കാടുകൾ കേറി കത്തിച്ചും പച്ച പുതച്ചൊരു ഭൂമിയെ നമ്മൾ മരുഭൂവാക്കരുതേ, നമ്മൾ മരുഭൂവാക്കരുതേ. മാലിന്യങ്ങൾ ഒഴുക്കിയിട്ടും മണലിനെയൂറ്റിയെടുത്തിട്ടും തെളിനീരൊഴുകും പുഴകളെ നമ്മൾ ഇല്ലാതാക്കരുതേ, നമ്മൾ ഇല്ലാതാക്കരുതേ. പുകയും പൊടിയും രാസവിഷങ്ങളുമൊക്കെ ചീറ്റി നിറച്ചിട്ടൊടുവിൽ ശ്വാസം മുട്ടി മരിക്കാനുള്ളൊരു ഗതിയുണ്ടാക്കരുതേ, ശ്വാസം മുട്ടി മരിക്കാനുള്ളൊരു ഗതിയുണ്ടാക്കരുതേ. ഭൂമിക്കുള്ളൊരു ഓസോൺ കുടയെ ഇല്ലാതാക്കരുതേ. ആപത്തിരന്നു വാങ്ങരുതേ, ആപത്തിരന്നു വാങ്ങരുതേ. പ്ലാസ്റ്റിക് എന്നൊരു വിശ്വവിപത്തിനെ പുനരുപയോഗം ചെയ്യാതെ വലിച്ചു മണ്ണിലെറിഞ്ഞിട്ടൊടുവിൽ പുലിവാലു പിടിക്കരുതേ, പുലിവാലു പിടിക്കരുതേ. വയലുകളൊക്കെ നികത്തിയെടുത്തും കുന്നും മലയും മാന്തിയെടുത്തും കെട്ടിടമുയരെ കെട്ടിപ്പൊക്കി ഇത്തിരി മുറ്റവും ഒത്തിരി ഇടവും കോൺക്രീറ്റ് ടൈലുകളിട്ടു മിനുക്കി മഴവെള്ളത്തെ മണ്ണിലിറങ്ങാതാക്കി കളയരുതേ. വരൾച്ച ഇരന്നു വാങ്ങരുതേ, വരൾച്ച ഇരന്നു വാങ്ങരുതേ. ഏറിയ ചൂടും എരിപൊരിവെയിലും കാലം തെറ്റിയ മഴയും കാറ്റും മുന്നറിയിപ്പുകളാണവയൊന്നും കണ്ടില്ലെന്നു നടിക്കരുതേ, കണ്ടില്ലെന്നു നടിക്കരുതേ. നമ്മൾ വസിക്കും ഭൂവാം വീടിനെ സംരക്ഷിക്കാനുള്ളൊരു കടമ നമുക്കു തന്നെ എന്നതൊരിക്കലും മറന്നു കളയരുതേ, നമ്മൾ മറന്നു കളയരുതേ, നമ്മൾ മറന്നു കളയരുതേ.